എത്രയൊക്കെ ഞാൻ രാജ്യത്തിൻ്റെ കൂടെയാണ്, എൻ്റെ പാർട്ടി രാജ്യത്തിൻ്റെ കൂടെയാണ്, രാജ്യത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാലും ചില സമയം നിഴൽ വരുമ്പോൾ നീലക്കുറുക്കൻ ഓരിയിടും എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ കുലംകുത്തി സ്വഭാവം പുറത്തു വരും. അത്തരത്തിലുള്ളൊരു സ്വഭാവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മുടെ ഭാരതത്തോടും ഇന്ത്യൻ സൈന്യത്തോടും ചോദിച്ചിരിക്കുന്നത് എത്ര വിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു വിമാനവും നഷ്ടപ്പെട്ടിട്ടില്ല, ആരും ജീവഹാനി സംഭവിച്ചിട്ടില്ല, ഒരു വൈമാനികൻ പോലും അവിടെ അകപ്പെട്ടിട്ടില്ല, എല്ലാവരും തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് എന്ന് എത്ര വട്ടം പറഞ്ഞാലും രാഹുൽ ഗാന്ധി വീണ്ടും ചോദിക്കുകയാണ് എത്ര ഇന്ത്യൻ വിമാനങ്ങൾ നമുക്ക് ഈ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള തിരിച്ചടിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്താണെന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. എന്തായിരുന്നാലും ആ ഉദ്ദേശം വളരെ നിഷ്കളങ്കമാണ് എന്ന് കരുതാൻ സാധ്യമല്ല. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. പാകിസ്ഥാൻ എഐയുടെയും ഫേക്ക് വീഡിയോകളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ പാർലമെന്റിൽ അടക്കം പറയുന്നത് ഞങ്ങൾ ഇന്ത്യയെ തറപറ്റിച്ചു എന്നാണ്. അതുതന്നെയാണ് അവർ ലോക രാജ്യങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഇവിടെയുള്ള ഒരു ഒപ്പോസിഷൻ ലീഡർ, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാക്കളുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ വിമാനങ്ങൾ, നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ കണക്ക് പുറത്തുവിടാൻ പറയുന്നത്. തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യം എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം പോലെ തന്നെ കുറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അവരുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നിപ്പോൾ തെളിഞ്ഞില്ലേ എന്നാണ് പാകിസ്ഥാൻ നിലവിൽ ചോദിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന അവരുടെ സുപ്രധാനമായിട്ടുള്ള വാദമായി മാറിയിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്തൊരു ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ തലയില്ലാത്ത ചിത്രമാണ് പാകിസ്ഥാൻ കോൺഗ്രസിന്റെ മറ്റൊരു ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധമാക്കി മാറ്റിയെടുത്തത്. അത് രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ഇടുന്ന പല പോസ്റ്റുകൾ പോലും പാകിസ്ഥാൻ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാകിസ്ഥാൻ മീഡിയകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ മീഡിയകളിൽ നടക്കുന്ന ചർച്ചകളിൽ ഒരാൾ പറയുന്നത് വൺ പേഴ്സൺ, അതായത് നരേന്ദ്രമോദി ഈസ് ജിയോ പാരലൈസിംഗ് ഇന്ത്യ സ്റ്റെബിലിറ്റി ഫോർ ദ സേക്ക് ഓഫ് പൊളിറ്റിക്സ്, അതായത് ഇന്ത്യയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ പറയുന്നു ഏർലി കൺഗ്രാറ്റുലേഷൻസ് ടു രാഹുൽ ഗാന്ധി എന്ന്, അതായത് രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസ്താവന ഇപ്പോൾ പാക് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ മീഡിയ ഈസ് കോട്ടിംഗ് രാഹുൽ ഗാന്ധി, അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ മീഡിയയുടെ ഇന്നത്തെ തലക്കെട്ടുകൾ ഓടുന്നത്. നമ്മുടെ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്താനായി മാത്രം ജനിച്ചവനാണ് ഈ കോമാളിയായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. നമ്മുടെ രാജ്യം, ധീരദേശാഭിമാനികളുടെ ഈ രാജ്യം അഭിമാനത്തോടു കൂടി പാകിസ്ഥാന് തിരിച്ചടി കൊടുത്ത് തല ഉയർത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആരാണ് അധികാരം തന്നത്? ഇത് ജനാധിപത്യമാണ്, ഇത് പ്രതിപക്ഷ നേതാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ള കന്നൻ തിരിവുകൾ കാണിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന് പറഞ്ഞു കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയണമെന്നുള്ളതാണ് ഇവിടെയുള്ള സകല ദേശാഭിമാനികളുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സൈന്യം തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ റഡാറുകളെ വഴിതെറ്റിക്കാൻ, പാകിസ്ഥാനിലെ മണ്ടന്മാരായിട്ടുള്ള ആർമിയെ വഴിതെറ്റിക്കാൻ നമ്മൾ ഫയർ ചെയ്തത് ആദ്യം ഡമ്മി ആയിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകളും ഡമ്മി എയർ ജെറ്റുകളുമാണ് എന്നുള്ളതാണ്. അതായത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള എയർ ജെറ്റുകളാണ് നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് വിട്ടത്. ഇതായിരിക്കണം ചിലപ്പോൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ്, സ്ട്രാറ്റജിയാണ്. ഇതെല്ലാം പബ്ലിക്കിന് മുന്നിൽ തുറന്നു വെക്കണമെന്നാണ് ഈ രാഹുൽ ഗാന്ധി, രാജ്യദ്രോഹം മാത്രം പ്രവർത്തിക്കുന്ന ഈ രാഹുൽ ഗാന്ധി പറയുന്നത്. പല ആൾക്കാരും ഇയാളുടെ ഫാൻസ് ആയിട്ട് ഇവിടെയുണ്ട്, അവരും ഈ കൂട്ടത്തിൽ തന്നെയാണ് പെടുന്നത് എന്ന് ഒരു മടിയുമില്ലാതെ തന്നെ ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായിരുന്നാലും പാകിസ്ഥാൻ ജീനുള്ള ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടണമെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, പാകിസ്ഥാനെ ജയശങ്കർ അറിയിച്ചു, അതായത് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അറിയിച്ചു ഈ തിരിച്ചടി കൊടുക്കുന്നതിന് മുമ്പ് എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ജയശങ്കർ അങ്ങനെ പറഞ്ഞിട്ടില്ല. വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ രാജ്യവിരുദ്ധൻ, നമ്മുടെ ജയശങ്കർ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ നുണ, അത് പെരും നുണയാണ്. രാഹുൽ ഗാന്ധി നേരത്തെ മനോഹർ പരീക്കർ, നമ്മുടെ പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം ക്യാൻസർ വന്ന് മരണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയതിന് ശേഷം പുറത്തു വന്ന് പറഞ്ഞത്, അദ്ദേഹവും രാഹുൽ ഗാന്ധി മാത്രമുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. പുറത്തു വന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്രേ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നെറികെട്ട ഭരണാധികാരിയാണെന്ന്. കാരണം അദ്ദേഹം മരിച്ചുപോയി, ഇനി അദ്ദേഹം അതിന് മറുപടി നൽകാൻ ഇല്ല, ജീവനോടെ ഇല്ല എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി അന്ന് അങ്ങനെ പറഞ്ഞത്.
എന്തു തന്നെയായിരുന്നാലും കോൺഗ്രസിന്റെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ആ രാജ്യവിരുദ്ധത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.